എന്തോന്ന് ഇവിടെ നടക്കുന്നത്? ഒരാൾ കുറെ പഴന്തുണി വാരിയിട്ട് കാണിക്കുന്നു, അപ്പൊ വേറൊരാൾ അവളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നു. സത്യം പറഞ്ഞ ഇറ്റോൾക്കൊക്കെ തലയ്ക്ക് വെളിവില്ലാതായോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. വളരെ കഷ്ടം തോന്നുന്നു. പുവർ ഗേൾസ് എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. കാര്യം നമുക്ക് ഇങ്ങനെ ഇട്ട് കാണിക്കാൻ എനിക്ക് ഇത്ര വലിയ ഡ്രസ്സൊന്നുമില്ല, ആകെ വിരലിൽ ഉണ്ടാവുന്ന ഡ്രസ്സുള്ളൂ. എന്നാലും ഈ ഇവളുമാർക്കിടത്ത് കാണിക്കണ കാണുമ്പോൾ ഇതൊക്കെ എന്താ കൂത്ത്, എന്താ കഥ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയാണല്ലേ. നിങ്ങൾക്ക് തോന്നിയില്ലേ? ഒരാൾ അവിടെ നിന്ന് ഡ്രസ്സ് കാണിക്കുന്നു, അപ്പൊ വേറൊരാൾ അപ്പുറത്ത് നിന്ന് കാണിക്കുന്നു, അത് കഴിഞ്ഞ് ഒരാൾ അലമാരയിലെ ഡ്രസ്സ് മുഴുവൻ പഴന്തുണി വരെ വലിച്ചു വാരി താഴ്ത്തിടുന്നു, അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് ഒരാൾ അതുപോലെ കാണിക്കുന്നു. ഹൈ ഹീൽഡ് ചെരുപ്പിടാൻ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു, അപ്പൊ ഇവിടെ നിന്നിട്ട് ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് കാണിക്കുന്നു. ഇത് ചലഞ്ചുകളാണ്, ചലഞ്ചുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമാണെങ്കിൽ മാത്രം ചെയ്താൽ പോരെ. ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ്? ചിലപ്പോൾ ഇതിലും കുറേ ഡ്രസ്സുള്ള ആൾക്കാരുണ്ടാവാം. അവരൊന്നും വന്നിട്ട് എനിക്ക് ഡ്രസ്സ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എനിക്ക് ഇത്ര സ്വർണ്ണമുണ്ട്, എനിക്ക് ഇത്ര മാലയുണ്ട്, 4 വീടുണ്ട് എന്നൊന്നും പറയുന്നില്ലല്ലോ. ഇനി നാളെ എന്തെടുത്ത് വെച്ചിട്ട് ചലഞ്ച് ചെയ്യും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഷഡ്ഡിയും ബ്രേസീറും ഒക്കെ ഇട്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ 4 കാണുന്ന കണ്ണുകൾക്ക് കുളിരെങ്കിലും ഉണ്ടായേനെ, ഒരു കുളിർമ, ഒരു രോമാഞ്ചം അതെങ്കിലും ഉണ്ടായേനെ. പക്ഷെ ഈ ഷഡ്ഡിയും ബ്രേസീറും അല്ലല്ലോ ഇവളുമാര് കാണിക്കുന്നത്. ഇവളുമാര് പണ്ടെങ്ങോ ജാമ്പവാന്റെ കാലത്ത് ഇട്ട തുണി തുടങ്ങിയിട്ട് ഉള്ള പഴന്തുണി മൊത്തം വലിച്ചു വാരിയിട്ടിട്ട് ഇതാ എനിക്ക് ഇത്രയുണ്ട്, ഇത്ര രൂപയുടെ ഇത്ര ഡ്രസ്സ്, അങ്ങനെ ഇങ്ങനെ. എന്താ പൊന്നോ പറയണ്ട. ഈ ജാതി വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതാണ് വെറുപ്പിക്കൽ. പെറ്റത്തള്ള സൈക്കോല മക്കളെ, അമ്മാതിര വെറുപ്പിക്കലാണ്. കഷ്ടം എന്നല്ലാണ്ട് ഇതിനൊന്നും പറയാനില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളതേ, ഡി ജസ്ന സലീമേ, നീ ഒരു ഷഡ്ഡിയും ബ്രേസീറും നീ ഓരോ ദിവസവും ഓരോ ഷഡ്ഡിയുടെയും ബ്രേസീറിന്റെയും കളറും മോഡലും കാണിക്കാനായിട്ട് ഇട്ടുകൊണ്ട് വരണം. അപ്പൊ കാഴ്ചക്കാര് കൂടുമെടി. ഈ പഴന്തുണി കണ്ട ആരും വരൂല. അപ്പൊ പിന്നെ ആരും വെറുപ്പിക്കലാണെന്ന് പറയൂലല്ല. ഈ ജാതി മലവാണങ്ങള എന്താ പറയാ, ഈ ജാതി മലവാണങ്ങളാണ് മരവാഴകൾ. ഇപ്പൊ വന്നിട്ട് ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് ഇന്നലെ ആയിട്ട് റീല് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു. അത് ഇനി ഇതോ ലവളും ലിസിത അനുകരിക്കണം. അതാണ് നാളെ ഇനി തീട്ടം ജസ്ന അവള് തൂറി വെച്ച തീട്ടം വാരിക്കൊണ്ട് വന്നിട്ട് ഇതാ എന്റെ തീട്ടം, ഇതിന്റെ കളറ് കണ്ടോ, അതുപോലെയാണോ നീ തൂറുന്നത് എന്നും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവളെന്തായാലും വരാണ്ടിരിക്കൂല. ഇവള് അമ്മാതിരി ഒരു പെണ്ണാണ്. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഫുള്ള് കാണാൻ പോലും തോന്നൂല, അമ്മാതിരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതില് ജസ്ന ആദ്യമായിട്ട് ദേഹനങ്ങി എന്ന് പറയാൻ പറ്റൂല, പക്ഷെ ആദ്യമായിട്ട് ഒരു പണി എടുക്കുന്ന ഞാൻ കണ്ടു. അതായത് അൽമാരയിൽ ഇരിക്കുന്ന തുണികൾ തന്നെയാണ്, അത് വലിച്ച് താഴ്ത്തോട്ട് ഇട്ടിട്ട് അതൊന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മടക്കി വെക്കുന്നുണ്ടെങ്കിലും അതിനൊരു വൃത്തിയില്ല. നമ്മളൊരു ഡ്രസ്സ് മടക്കി വെച്ചാൽ അതൊരു വൃത്തിയോടുകൂടി അൽമാരയിൽ ഇരിക്കണ്ടേ, അതില്ല. മൊത്തം ജസ്നയുടെ വീട് അങ്ങനെ തന്നെയാണ്, വൃത്തിയും മെനയൊന്നും ഇല്ല. ഇനി എത്ര മണിമാളിക കെട്ടിന്ന് പറഞ്ഞാലും 10 ലക്ഷം രൂപയ്ക്ക് എങ്ങാണ്ടുള്ളിൽ വീട് പണിതിട്ട് 16 ലക്ഷത്തിന് പണിതെന്ന് പറഞ്ഞ മുതലാണ് അവള്. പിന്നെ ആ വീട് പണിക്ക് ഉണ്ടായ അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവളുടെ തന്തയ്ക്ക് സുഖമില്ലാണ്ടായി, അവള് കൈകുത്തി വീണു, കൈക്ക് സുഖമില്ലാണ്ടായി, പ്ലാസ്റ്റർ ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ ന്യൂ അമ്മായിപ്പനും അമ്മായിമ്മയും കൂടി ഇറക്കത്ത് തലയും കുത്തി വീണ് വായലിലൊടിഞ്ഞ് ICUലായി. അങ്ങനെ കുറെ അപകടങ്ങൾ ആ വീട്ടിൽ കൂടലിന്റെ പാലുകാച്ചലിന്റെ അന്ന് സംഭവിച്ച സംഭവങ്ങളാണ്. ഇനിയിപ്പൊ അതൊന്നും അല്ല, പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ കണ്ണനവരെയും കാര്യങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് ഹിന്ദുക്കൾ ആരും വിളിച്ചിപ്പോ ഓർഡറും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാണ്, റീൽസിൽ അഭിനയിക്കാൻ പോവാണ്. പിന്നെ കോഴിക്കോടുള്ള ഒരാളാണ്, ഇവിടെ തൊട്ടടുത്തുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോഴും ഈ ചങ്ങാതിയാണെന്ന് വിചാരിച്ചില്ല. എന്തായാലും നിന്റെ കാലം നല്ലതാടി, നല്ല അസല് മുതലാണ് ദാസേട്ടൻ കോഴിക്കോട്. രേണുവിന്റെ കൂടെയുള്ള റീൽസൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? രേണു സുധിയുടെ കൂടെയുള്ള ഈ ദാസേട്ടൻ കോഴിക്കോടിന്റെ റീൽസൊക്കെ കാണാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പോയി ഒന്ന് കാണണം. പ്രത്യേക തരം മുതലാണ് അത്. മാക്സിമം മുതലാക്കി വിടുന്ന ഒരു മുതലും കൂടിയാണെന്നാണ് എനിക്ക് ആ റീൽസിലൂടെ തോന്നിയിട്ടുള്ളത്. നല്ല മുതലിന്റെ കൂടിയാണ് നമ്മുടെ ജസ്ന ചേച്ചി റീൽസ് എടുക്കാൻ പോയിരിക്കുന്നത്. അടിപൊളി ജസ്നെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാ ഭാവങ്ങളും അനുഗ്രഹിച്ചിരിക്കുന്നു.
പിന്നെ നീ ഫ്രീ ആയിട്ട് എന്തായാലും ദാസേട്ടൻ കോഴിക്കോടായാലും ഇനി ഗോകുലം ഗോപാലിന്റെ ഒപ്പവും ഒന്നും പോകൂലെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ കൊടുത്ത കാശ് മാക്സിമം മുതലാക്കിയിട്ടുണ്ടാവും ഈ എല്ലാ ചങ്ങാതിമാരും. ഇപ്പൊ ന്യൂ സ്പെഷ്യലി ദാസേട്ടൻ കോഴിക്കോട് 1, 2, 3 റീൽസ് എടുത്തിട്ടുണ്ടാവും. എന്തായാലും കൊടുത്ത കാശ് ദാസേട്ടൻ കോഴിക്കോട് മാക്സിമം മുതലാക്കിയിട്ടുണ്ടാവും. പുള്ളിക്കാരൻ്റെ കുറേ ചേഷ്ടകൾ, അതാണ് ഉദ്ദേശിച്ചത്. ഈ ചേഷ്ടകളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്ത കാശ് മാക്സിമം മുതലാക്കുന്നവനാണ് ദാസേട്ടൻ കോഴിക്കോട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാവപ്പെട്ട രേണുസുധിയുടെ അവിടെ പിടിച്ചു നിൽക്കുന്നു, ഇവിടെ പിടിച്ചു നിൽക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടായിരുന്നു ദാസേട്ട? രേണുസുധിക്ക് അഭിനയ രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും എന്തെങ്കിലുമൊക്കെ അഭിനയ രംഗത്ത് ആയിത്തീരണം എന്നുള്ള ആ ഉള്ളിലെ ആഗ്രഹം കൊണ്ടും അതൊക്കെ ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവുക. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല. കാശി എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഐറ്റം. പല വീഡിയോകളിലും നിങ്ങൾ കണ്ടു കാണും ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നത്. വടക്കൻ തൂമ്പയുടെ സ്വഭാവമാണ്, ഞങ്ങൾ അങ്ങനെ പറയാം. വടക്കൻ തൂമ്പയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, ആ കിളച്ച വശം മുഴുവനും കൊണ്ടേ ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജിസ്ന സലീം. അതായത് വെടി വഴിപാടാണെങ്കിലും ചില പ്രത്യേക ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ദാസേട്ടൻ ഒരു പിടുത്തമില്ലാതെ ഇരിക്കൂല, അത് ഉറപ്പല്ലേ? അല്ലേ ദാസേട്ടൻ ഇത് കാണുന്നുണ്ടാവും എന്ന് എനിക്ക് കറക്റ്റായിട്ടറിയാം. ഒരു വട്ടപ്പിടുത്തവും ഒരു ഞെക്കിപ്പിടുത്തവും എന്തായാലും ദാസേട്ടൻ്റെ ഒരു റീലുണ്ടാവും. എന്തായാലും വയലിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ഞെക്കലും പിടുത്തമൊക്കെ ഉണ്ടായി കാണും. അത് കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്, അതൊക്കെ സ്വാഭാവികമാണ്. ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒരു റീൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ പ്രതീക്ഷിക്കണം. രേണുസുധീന ജാതി പിടുത്തമാണ് മക്കളെ പിടിച്ചത്. ആ പിടുത്തത്തിൻ്റെ ട്രോള് വരെ 2 അവന്മാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂർക്കാർ തന്നെയാണ് അവന്മാർ. ആ ട്രോൾ ഇറക്കിയ അവന്മാരെ രേണുസുധി കൈ കിട്ടിയാൽ പപ്പടം പിടിക്കുന്ന പോലെ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് ദാസേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഈ വരുന്ന റീലിലും പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ദാസേട്ടൻ കോഴിക്കോടല്ലേ മോൻ, മാക്സിമം കൊടുത്ത കാശ് മുതലാക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ പോട്ടെ, നമുക്ക് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയണ്ട, നമുക്ക് ജസ്ന മോളുടെ കാര്യം പറയാം. അപ്പം ജസ്ന മോളെ എത്ര റീലുണ്ട്? 1, 2, 3 എന്തായാലും വരട്ടടി, കണ്ടിട്ട് പറയാം അഭിപ്രായം. 4 കാശ് കൂടുതൽ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തുണിയും പൊക്കി റോട്ടിൽ നിൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ്ട് എനിക്ക്. പിന്നല്ലേ റീൽസ്. അപ്പം വയലിൽ കിടന്നുരുണ്ട റീൽസ് കാണാനായിട്ട് ഞാൻ രോമാഞ്ച കുഞ്ചക കഞ്ചുക പുളക്കിതയായി ഇരിക്കുകയാണ്. എന്നിട്ട് വേണം ജസ്ന സലീമിനെ എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ഏറി കയറ്റാനായിട്ട്. പിന്നെ നീ എന്ത് ഭാവിച്ച നീ നിന്റെ മറ്റവനും കൂടി ഇരുന്ന് ഈ പറയുന്നത്? പ്രിയ, നിന്റെയും ആ വേട്ടാവളി അരണയുടെയും ജീവിതം നശിപ്പിച്ചു എന്ന് നീ എന്തുദ്ദേശിച്ചിട്ടാ പറയണത്? ഞാൻ എങ്ങനെയാണ്ട് ചൂല നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഗുരുവായൂരമ്പല നടയിൽ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് തൊഴാൻ വരണ്ടേ? താത്തയായ മേത്തിച്ചയായ നിനക്കെന്താ അവിടെ കാര്യം അമ്പലത്തില്? അപ്പൊ എനിക്ക് വരാൻ പറ്റൂലേ അമ്പലത്തില്? എന്റെ മെക്കിട്ട് കയറിയിട്ട് ഞാൻ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞ എവിടത്തെ ന്യായാടി ഇത്? അമ്പലത്തിൽ തൊഴാൻ വന്ന ഈ ഒന്നും അറിയാത്ത ഈ പാവം ഞാൻ ഇവളുടെ ജീവിതം നശിപ്പിച്ചെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കണത്. വല്ലാത്ത ജാതി ജന്മങ്ങള്. അമ്പലനടയിൽ കിടന്നുകൊണ്ട് ആക്കളി ഈക്കളി വട്ടക്കളി ഒക്കെയാണ് ഇവനായിട്ട് കളിച്ചത്. എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് എന്റെ മുമ്പിൽ വന്നത് എന്തിനായിട്ട്? ചൂലേ മാറിപ്പോകായിരുന്നില്ലേടി ഡാഷിന്റെ മോളെ? നായിന്റെ മോനെ, നിന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. വേട്ടാവളിയ നാറി, മാറിപ്പോവായിരുന്നില്ലേ നിനക്ക്? നീ വട്ടക്കളി കളിച്ച് നിന്റെ അവളെയും കൂടി കൂട്ടി ഗുരുവായൂരമ്പല നടയിൽ ഇവന്റെ അരയിൽ ചുറ്റിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി, ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി, ലാസ്റ്റ് അങ്ങ് മൂലക്ക നിന്ന് ഇവനും കൂടി കറങ്ങി എന്റെ മുമ്പിൽ വന്നിരിക്കണം. ഈ വേട്ടാവളികളെ കണ്ടപ്പോ തന്നെ ഞാൻ അപ്പുറത്തേക്ക് മാറിപ്പോയി. എന്നിട്ട് കറങ്ങി എന്റെ മുമ്പിൽ വന്നിട്ട് സ്വയം കുഴിച്ച കുഴിയിൽ വീണിട്ട് നിനക്കൊക്കെ എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ടല്ലേ മാറിപ്പോവായിരുന്നില്ലേ? ഒരു അമ്പലനടയാണെന്നുള്ള ബോധം പോലും ഉണ്ടായിരുന്നോ? എല്ലിന്റെ ഇടയിൽ വറ്റു കുത്തിയിട്ട് നീ വൈറലാവാൻ വേണ്ടി നീ വീഡിയോ ഉണ്ടാക്കിയതല്ലേ കണ്ടത്? എന്തായി? അവനോന്റെ കയ്യിലിരിപ്പ് നന്നാവണം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ അനുഭവിക്കും. പ്രിയ, നിന്റെ അരണയുടെയും ജീവിതം തൊലച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാനല്ല, നീ ചെയ്ത പ്രവൃത്തികൾക്ക് കർമ്മ എന്ന് പറഞ്ഞത് ഒന്നുണ്ട്. നീ ഗുരുവായൂരപ്പനോട് ചെയ്ത ഗുരുവായൂരപ്പന്റെ പേരിൽ നീ നടത്തിയ തട്ടിപ്പുകൾക്കൊക്കെ ആണ്ടി പ്രതിഫലം തന്നത്
അതൊന്നും അറിയാതെ നീ നല്ലോണം ആടി അവിടെ നിന്നിട്ട്, നല്ല ആട്ടാടി അമ്പലനടയിൽ നിന്നിട്ട് നിന്റെ മീഡിയക്കാരെയും വിളിച്ചോണ്ട്. എന്നെ നാണം കെടുത്താനായിട്ട് പുറത്തു വിട്ടല്ലോ നീ വീഡിയോ. ഞാൻ അമ്പലനടയിൽ വെച്ച് കണ്ടു, ഗുരുവായൂരപ്പന് പവറുണ്ട്, ഗുരുവായൂരപ്പൻ എൻ്റെ മുമ്പിലേക്ക് ഇട്ട് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ നല്ല ആട്ടാടിയിട്ട് അപ്പം തന്നെ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ വീഡിയോ പുറത്തു വിട്ടല്ലോ, വീഡിയോ വൈറലായല്ലോ. എന്നിട്ട് എന്തായി? നിന്റെ കഞ്ഞിയിൽ നീ തന്നെ പാറ്റിയെ പിടിച്ചിട്ടു. അതിന് പ്രിയയുടെ പുറത്തേക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ജിസ്ന സലീമ ദാസേട്ടൻ കോഴിക്കോട് വരട്ടെ വീഡിയോ, ബാക്കി നമുക്ക് അപ്പം പറയാം. മാക്സിമം ദാസേട്ടൻ എത്രത്തോളം മുതലാക്കിയിട്ടുണ്ടെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം.